ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേട്ട് അനുസരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹമാണ് തങ്ങളിൽ വലിയവൻ ആരാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് വഴിവെക്കുന്നത്. എന്നാൽ ഈ ചിന്താഗതി ദൈവവചനത്തിന് വിരോധമാണ്. യാക്കോബ് 1-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: പ്രിയ സഹോദരന്മാരെ, നിങ്ങളിത് ശ്രദ്ധിപ്പിൻ. ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപിക്കുവാൻ താമസമുള്ളവനും ആയിരിക്കട്ടെ. മറ്റുള്ളവരുടെ കുറ്റവും കുറവുമാണ് എങ്കിൽ നമ്മളൊക്കെയും കേൾക്കാൻ വേഗതയുള്ളവർ ആയിരിക്കും. ദൈവത്തിൻ്റെ അനുശാസനങ്ങളെ മാത്രമല്ല, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും കേൾക്കുവാനും ആദരിക്കുവാനും ഒക്കെ നാം ശ്രദ്ധിക്കണം. കൈവിട്ട കല്ലും ഉരുവിട്ട വാക്കും തിരികെ പിടിക്കാൻ പറ്റില്ല എന്നാണല്ലോ ചൊല്ല്. അതുകൊണ്ട് തന്നെ നാം കേൾക്കുന്ന ഉടനടി മറുപടി പറയാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. യാതൊരു ആലോചനയും കൂടാതെയുള്ളതായ നമ്മുടെ മറുപടികൾ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാനായിട്ട് ഇടയാകും. അതുമാത്രമല്ല, ഇത് ദൈവമക്കളെ തമ്മിൽ അകറ്റും. എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. എന്നാൽ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പ്രതികരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വരികിൽ അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാകും. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വക്രതയുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും പ്രതികരിക്കാം. കോപത്തോടെയല്ല, ശാന്തതയോടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.